നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇറാനിൽ US യുദ്ധവിമാനം തകർന്നു വീണതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇനിയും യുദ്ധം തുടരുന്നതിന്റെ സൂചനയാണ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും നശിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളാണ് ഇതോടെ പൊളിയുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്ക തങ്ങളുടെ സമുദ്ര ഇൻഷുറൻസ് പരിരക്ഷ $40 ബില്യൺ ഉയർത്തി. പുതിയ രാജ്യാന്തര പങ്കാളികളെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ചിൽ പ്രഖ്യാപിച്ച $20 ബില്യൺ പദ്ധതിയുമായാണ് ഇപ്പോൾ വിപുലീകരിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ സർവീസ് നടത്തുന്ന കപ്പലുകൾക്ക് യുദ്ധ സാഹചര്യത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനായി US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, US സെൻട്രൽ കമാൻഡ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കപ്പലുകൾക്കും യന്ത്ര സാമഗ്രികൾക്കും ചരക്കുകൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതാണ് തുടക്കത്തിൽ മുൻഗണന നൽകുക. ഇൻഷുറൻസ് ഭീമനായ ചബ്ബാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയതായി റിപ്പോർട്ട്. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ശ്രമങ്ങളാണ് പരാജയപ്പെട്ടത്. ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ വിസമ്മതിച്ചു. അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം പൊളിയുകയാണ്. ഇറാൻ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന അവകാശവാദങ്ങൾക്കിടെ തിരിച്ചടി ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ USന്റെ 2 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇറാൻ വ്യോമമേഖലയിൽ തകർത്തു. ഇന്ത്യയിലേക്ക് LPGയുമായി വരുന്ന ഗ്രീൻ സാൻവി കപ്പൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് കടക്കുമെന്ന് റിപ്പോർട്ട്. 46,655 മെട്രിക് ടൺ LPGയുമായി വരുന്ന ഈ കപ്പൽ ഏപ്രിൽ 6-ന് മുംബൈയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേഖലയിലെ സാഹചര്യം കണക്കിലെടുത്ത് കപ്പലിന്റെ സഞ്ചാരം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഗ്രീൻ സാൻവി നിലവിൽ കടലിടുക്കിന്റെ വടക്കു ഭാഗത്താണുള്ളത്. ഇതിനു പുറമെ ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നീ 2 LPG കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതായി ഇന്ത്യൻ നാവികസേനയുടെ അനുമതി കാത്ത് കിടക്കുകയാണ്. ഇവരെ സുരക്ഷിതമായി കടത്തിവിടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് നാവികസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ 17 ഇന്ത്യൻ കപ്പലുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഗൾഫ് മേഖലയിലാകെ ഏകദേശം 20,500 ഇന്ത്യൻ നാവികർ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇതിൽ 1,130 പേരെ ഇതിനകം വിവിധ ഷിപ്പിംഗ് കമ്പനികൾ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വീണ്ടും നിർണായക നീക്കത്തിനൊരുങ്ങി ഇറാൻ. ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ മറ്റൊരു ജലപാതയിലും ഉപരോധം ഏർപ്പെടുത്താൻ ഇറാൻ ശ്രമങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ അധികാര പരിധിയിലുള്ള ബാബ് അൽ മന്ദബ് കടലിടുക്ക് ഇറാൻ ഉടൻ തന്നെ അടയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറാണ് ബാബ് അൽ മന്ദബ് കടലിടുക്ക് ഇറാൻ ലക്ഷ്യമിടുന്നതായി അറിയിച്ചത്. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഫ്രിക്കയും യമനിനും ഇടയിലുള്ള കടലിടുക്കാണ് ബാബ് അൽ മന്ദബ്. എണ്ണ വിതരണത്തിന്റെ 12% ബാബ് അൽ മന്ദബ് ജലപാതയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. കടലിടുക്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയാൽ ചെങ്കടലിലെ ചരക്ക് നീക്കത്തെയും കാര്യമായി ബാധിക്കും. FCRA നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജു. ഇത് സംബന്ധിച്ച് ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃതമായ വിദേശ ഫണ്ടിംഗ് തടയാനും നിയമത്തിലെ പിഴവുകൾ പരിഹരിക്കാനും വേണ്ടിയാണ് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ ഫണ്ടുകൾ ജനക്ഷേമത്തിനായി ഉപയോഗിക്കണം. എന്നാൽ ആ ഫണ്ടുകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും യുവാക്കളെ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി വഴിതിരിച്ചുവിടാനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെയോ സമുദായത്തെയോ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ലെന്നും മറിച്ച് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ പൊതുവായ നിയമമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അശ്ലീല ചൊവ്വയുള്ള ഉള്ളടക്കങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചുവെന്ന കേസിൽ US അധീനതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ Xന് കൂറ്റൻ പിഴ. ബലാത്സംഗ ദൃശ്യങ്ങളടക്കം അശ്ലീലമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നതിൽ ബെൽജിയം ക്രിമിനൽ കോടതിയാണ് പിഴ ചുമത്തിയത്.
€24,000 അഥവാ 21 ലക്ഷം രൂപയാണ് പിഴയിട്ടത്. കോടതി വിധിക്കെതിരെ കമ്പനി അപ്പീൽ നൽകിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്പനിക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രചരിക്കപ്പെടുന്നുവെന്നത് പറയുന്ന ദൃശ്യങ്ങൾ അശ്ലീല ചുവയുള്ളതായി ഇരുന്നില്ലെന്നും എക്സ് പ്രതികരിച്ചു. അനുവാദം കൂടാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും പ്രചരിപ്പിച്ചുവെന്നുമുള്ള വാദങ്ങൾക്ക് തെളിവുകളുടെ പിൻബലമില്ലെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. വയനാട് ഫണ്ടിൽ കണക്കുകളുമായി കോൺഗ്രസ്. ജോയിന്റ് അക്കൗണ്ടിൽ കോൺഗ്രസിനാകെ ലഭിച്ചത് 5,38,21,632 രൂപ മാത്രമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. 3,68,00,000 രൂപ മുടക്കിയാണ് സ്ഥലം വാങ്ങിയത്. 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് നൽകി. അക്കൗണ്ട് വഴി ലഭിച്ചതിന് പുറത്താണ് യൂത്ത് കോൺഗ്രസ് നൽകിയ ഫണ്ട്. KPCC ഫണ്ടിൽ നിന്ന് 97 ലക്ഷം രൂപ കൂടി മുടക്കിയാണ് സ്ഥലം വാങ്ങിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. 73 ലക്ഷം രൂപ കൂടി രജിസ്ട്രേഷന് ആവശ്യമുണ്ട്. അത് KPCC AICC ഫണ്ടിൽ നിന്നും കണ്ടെത്തും. വീട് നിർമ്മാണത്തിന് പണം പിരിക്കില്ലെന്നും ഇനിയും പാർട്ടിയുടെ ഫണ്ടിൽ നിന്നും പണം കണ്ടെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിയാദിൽ 3.7 കോടി റിയാലിന്റെ വാട്ടർ നെറ്റ്വർക്ക് വിപുലീകരണം പൂർത്തിയായി. റിയാദ് നഗരത്തിലും ദരിയ ഗവർണറേറ്റിലുമായിട്ടാണ് പുതിയ ജലവിതരണ ശൃംഖലകളുടെയും പൈപ്പ് ലൈനുകളുടെയും നിർമ്മാണം പൂർത്തിയായതായി നാഷണൽ വാട്ടർ കമ്പനി അറിയിച്ചത്. ജലപരിസ്ഥിതി സേവന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള കമ്പനിയുടെ പദ്ധതിയുടെ ഭാഗമാണിത്. റിയാദിലെ ലബൻ, തുവൈബ് തുടങ്ങി വിവിധ ഭാഗങ്ങളിലും ദരിയ ഗവർണറേറ്റിലുമായി ഏകദേശം 132 കിലോമീറ്റർ നീളത്തിലാണ് വിവിധ വ്യാസമുള്ള പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ജലവിതരണ ശൃംഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക, ദൈനംദിന വിതരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വർദ്ധിച്ചുവരുന്ന ജലത്തിന്റെ ആവശ്യം നിറവേറ്റുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്നലെയുണ്ടായ വൻ വിലവർദ്ധനവിന് ശേഷം ആഭരണ പ്രേമികൾക്ക് നേരിയ ആശ്വാസം പകർന്ന് ഇന്ന് സ്വർണ്ണ വിപണിയിൽ വില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്ന് രാവിലെ ഗ്രാമിന് 13,835 രൂപയും പവന് 1,10,10,680 രൂപയുമാണ് വിപണി നിരക്ക്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 11,370 രൂപയിലും വെള്ളി ഗ്രാമിന് 250 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പവന് ഒറ്റയടിക്ക് 1,440 രൂപ വർദ്ധിച്ചത് ആഭരണ പ്രേമികളെ ഞെട്ടിച്ചിരുന്നു. വരും മണിക്കൂറുകളിലും ഈ സ്ഥിരത തുടരുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.